മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരെ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നബീസ് ഉമ്മയുടെ വീഡിയോ. നബീസ് ഉമ്മയും ഉണ്ടെങ്കിൽ മണാലിയിൽ ടൂറ് പോയിരുന്നു. അവിടെ ചെന്ന് മഞ്ഞിൽ കളിക്കുന്ന വീഡിയോ ഒക്കെ നബീസ് ഉമ്മയുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ആ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ കമൻ്റ് ഇടുന്ന സമയത്താണ് ഒരു ഉസ്താദ് ഒരു പ്രസംഗത്തിനിടെ ഈ ഉമ്മയെക്കുറിച്ച് പറയുന്നത്. ആ ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കണം, അല്ലാതെ ഇങ്ങനെ ഊര് ചുറ്റാനോ ഒന്നും തന്നെ കറങ്ങാനോ ഒന്നും പോരുത്, വീട്ടിൽ തന്നെ ഇരിക്കണം, അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ വീഡിയോ ഇടാനോ ഒന്നും തന്നെ ചെയ്യരുതെന്നാണ് ആ ഒരു ഉസ്താദ് ആ ഒരു പ്രസംഗത്തിൽ പറയുണ്ടായിരുന്നത്. മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടുകയാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ഈ ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. ഇതാണ് ഈ ഒരു ഉസ്താദ് ആ ഒരു ഉമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ ഉമ്മയുണ്ടെങ്കിൽ ഇത്രയും വർഷമായിട്ട് വെളിയിൽ ഇറങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണോ? എനിക്കറിയാൻ വയ്യ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങുകയും ചെയ്യരുത്, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഇത് ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കും, എനിക്കറിയാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ പോകത്തില്ല, ചിലപ്പം യാത്രയ്ക്ക് പോകത്തില്ലേ. അപ്പം ഭാര്യ മാത്രം എന്ത് ചെയ്യണം? ഇങ്ങനെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കണം. എന്തൊരു കാഴ്ചപ്പാടാണ് ഇതിനെക്കുറിച്ച്. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഉസ്താദാണ്. കുറേ പേര് ഈ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കും. അത് ആരായാലും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴത്തേക്ക് നോക്കിയും കണ്ട് പരാമർശിക്കണ്ടേ എന്നുള്ളത് എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഉമ്മയുടെ ജസ്ന എന്ന് പറഞ്ഞ മോളുണ്ട്. ആ ഒരു മോള് ഈ ഒരു സംഭവമൊക്കെ നടന്നതിന് ശേഷം ഒരു മീഡിയയോട് പ്രതികരിക്കുകയുണ്ടായി. ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഉമ്മ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ഉമ്മ വെളിയിലിറങ്ങിയ ആൾക്കാർ ഇതിനെപ്പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്, ഉസ്താദ് പറഞ്ഞതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഉമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയൊക്കെയാണ്. ഇതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഉമ്മ ഇപ്പം വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ തന്നെ താല്പര്യപ്പെടുന്നില്ല. ഉമ്മയ്ക്ക് ഇതിനെപ്പറ്റിയൊന്നും വലുതായിട്ട് ഇൻസ്റ്റയൊന്നും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ബട്ട് അവിടെ ചെന്ന സമയത്തുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് തോന്നി. മഞ്ഞൊക്കെ കണ്ട സമയത്ത് ഒരു ഭയങ്കരമായിട്ട് ആഹ്ലാദം തോന്നി. ആ സമയത്ത് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അതിനിത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് ഒരിക്കലും തന്നെ വിചാരിച്ചതില്ലായിരുന്നു. പക്ഷേ ഇത് വളരെയധികം ഉമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലധികമെന്നാണ് ആ ഒരു മോൾ ആ ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു സംഭാഷണത്തിൽ നിന്ന് അറിയാൻ പറ്റിയ ഒരു കാര്യം. പിന്നെ ഈ ഉമ്മാക്കൊരു എല്ലാരും കൂടുന്ന ഒരു വേദികളിൽ പോവാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാനോ ഇടപഴകാനോ ഉമ്മാക്ക് പറ്റുന്നില്ല. ഇന്നലെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞങ്ങനെ തരേണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. ഈ മോള് സംസാരിക്കുന്നതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഉമ്മ എത്രമാത്രം കടന്നു പോയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ടെന്ന് പറഞ്ഞ്. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തിയിരുന്നതിന് മുമ്പ് എന്താണ് അത് നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള കാര്യത്തിന് കുറ്റപ്പെടുത്തുന്നതിന് ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം എന്ന് പറഞ്ഞ ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തവും അങ്ങനെ തന്നെ വീടിനകത്ത് തന്നെ ഇരിക്കണമെന്നാണോ ഉസ്താദ് ഉദ്ദേശിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് ചിന്തിച്ചിട്ട് സംസാരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം
എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾക്ക് മിസ്സാവാം എന്ന് പറഞ്ഞ് ആ ഒരു വലിയൊരു ഭാരം തന്നെയാണ് മിസ്സാവുന്ന ആ ഒരു വ്യക്തി നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം അങ്ങനെ തന്നെ തീർക്കണമെന്നോ ഒന്നും തന്നെ എന്താ പറയുക, അങ്ങനെ തന്നെ തീർക്കണമെന്നോ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. അതിനൊരു കുറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അത് നിർത്തേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അതിലൊരു മടിയും വേണ്ട. നിങ്ങൾക്ക് എന്താണ് ഇനിയും ചെയ്യാനുള്ളത് ചെയ്യുക. ഇവരെ പറയുന്നതൊന്നും കേട്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങളെ കാര്യം നിങ്ങളാണ് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അത് എത്ര വയസ്സാണെങ്കിലും അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് എനിക്കൊരു പറയാനുള്ളൊരു കാര്യം.